ഒന്ന്, സെക്ഷൽ പ്യൂരിറ്റി enables us to have a closer relationship with God. വിശുദ്ധി നമ്മെ യേശുവിന്റെ ഉറ്റ സുഹൃത്തുക്കളാകാൻ സഹായിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്സ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, വിശുദ്ധി നമ്മെ യേശുവിന്റെ ഉറ്റ സുഹൃത്തുക്കളാകാൻ സഹായിക്കുന്നു. നമുക്കറിയാം, വചനം സുവിശേഷത്തിൽ ഈശോയുടെ പ്രിയ ശിഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? യോഹന്നാൻ ശ്ലീഹയാണ്. മറ്റ് അപ്പോസ്തലന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ ഗണത്തിൽ അവിവാഹിതനായി അല്ലെങ്കിൽ ബ്രഹ്മചാരിയായി ഉണ്ടായിരുന്നത് യോഹന്നാൻ ശ്ലീഹയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈശോയുടെ അന്ത്യത്താഴവേളയിൽ ഈശോയോട് ചേർന്നിരിക്കാനും അവിടുത്തെ മടിത്തട്ടിൽ അല്ലെങ്കിൽ അവിടുത്തെ മാറിൽ വിശ്രമിക്കാൻ ഭാഗ്യം ലഭിച്ച യോഹന്നാൻ, പ്രിയപ്പെട്ടവരെ, തിരുമാറിൽ ചാഞ്ഞു കിടന്നവനാണ് കുരിശ് മരണത്തോളം ഈശോയെ അനുഗമിച്ചത്. തിരുമാറിൽ ചാഞ്ഞു കിടന്നവനാണ് കുരിശുമരണം നഗ്നനേത്രം കൊണ്ട് കാണാൻ ഭാഗ്യം കിട്ടിയത്. ആ തിരുമാറിൽ ചാഞ്ഞു കിടന്നവനോടാണ് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയെ ഈശോ കൈപിടിച്ചേൽപ്പിച്ചത്. ആ തിരുമാറിൽ ചാഞ്ഞു കിടന്നവനെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ വരമേൽപ്പിച്ചത്. ആ തിരുമാറിൽ ചാഞ്ഞു കിടന്നവന്റെ ശിരസിലേക്കാണ് ഈശോയുടെ മാറ് പിളർന്നപ്പോ ആ ജലവും രക്തവും ഒഴുകിയിറങ്ങിയത് അവന്റെ ശിരസിലേക്കാണ്. കാരണം അവൻ കുരിശിന്റെ ചുവട്ടിലുണ്ടായിരുന്നു. നമ്മൾ ഈശോയുടെ തിരുമാറിൽ ചാഞ്ഞു കിടന്നാലേ ഈശോയുടെ തിരുഹൃദയം പൊട്ടിയൊഴുകുന്ന തിരുരക്തവും തിരുജലവും, പ്രിയപ്പെട്ടവരെ, നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുകയുള്ളൂ. എല്ലായിടത്തും പോയിരുന്നിട്ട് എനിക്ക് അഭിഷേകം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. അഭിഷേകം കിട്ടണമെങ്കിൽ അഭിഷേകം ഒഴുകിയിറങ്ങുന്നിടത്ത് നീ ഉണ്ടാകണം. നമ്മൾ സന്ദർശകരായതുകൊണ്ട് കാര്യമില്ല, നമ്മൾ ചേർന്ന് നിൽക്കുന്നവരാകണം. ഹല്ലേലൂയ. അല്ലേ, നമ്മളൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അടുപ്പിന്റെ അടുത്ത് കൊണ്ടെന്ന് വെച്ചാൽ വിറകിന് തീ പിടിക്കോ? അടുപ്പിന്റെ ഉള്ളിൽ വെച്ചാൽ വിറകിന് തീ പിടിക്കും. ഹല്ലേലൂയ. നീ അടുപ്പിന്റെ അടുത്ത് ചെന്നിരിക്കുന്ന വിറകാകരുത്, അടുപ്പിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന വിറക്.